Hi! It's me, Alex. Once again, welcome my YouTube channel. Today I will show you how register and user Digilocker. Let's go to video. Hi, this display കാണുന്നതാണ് ഡിജിലോക്കറിന്റെ ഐക്കൺ. നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡാറ്റ വളരെ സെക്യൂർ ആയിരിക്കും. ഈ ആപ്പ് ഉപയോഗിച്ച ഇനിയും വരുന്ന കാലങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഏത് നമ്മൾ അപേക്ഷ സബ്മിറ്റ് ചെയ്താലും അതിന്റെ വെരിഫിക്കേഷൻ നടക്കാൻ പോകുന്നത് ഓൾമോസ്റ്റ് ഡിജിലോക്കർ വഴിയാവാനാണ് സാധ്യത. ഇപ്പം തന്നെ ഓൾറെഡി നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ട്രേഡിംഗ് അക്കൗണ്ട് അതൊക്കെ ഇപ്പം ഡിജിലോക്കർ വഴി നമുക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കും. അത് ജസ്റ്റ് നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് ഓപ്ഷൻ വരുന്നുണ്ട് ഡിജിലോക്കർ വഴി വെരിഫൈ ചെയ്യാൻ. അതിനകത്ത് നമ്മൾ ഡിജിലോക്കർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മുടെ OTP വരുന്നു, നമ്മൾ വെരിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മാനുവലായിട്ട് ഡാറ്റാസ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. സോ ഞാനിപ്പം ആപ്പിനെ എങ്ങനെ അത് രജിസ്റ്റർ ചെയ്യാമെന്നാണ് ഞാൻ ഇപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അതിനായി ആപ്പ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കിട്ടും, അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് വരും, സൈൻ ഇൻ ആൻഡ് ക്രിയേറ്റ് അക്കൗണ്ട്. അതിൽ ക്രിയേറ്റ് അക്കൗണ്ട് പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ പേജ് വരും. ഇവിടെ നമ്മുടെ ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഫീമെയിലാണോ ഫീമെയിലാണോ, ഫോൺ നമ്പർ, ഇമെയിൽ ID, നമ്മുടെ സെക്യൂരിറ്റി പിന്ന് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അത് നമുക്ക് നമ്മുടെ പേര് എൻ്റർ ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാം. മെയിലാണോ ഫീമെയിൽ എൻ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇവിടെ 10 അക്ക മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇമെയിൽ ID ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സെക്യൂരിറ്റി പിന്ന് നമുക്ക് ഇഷ്ടമുള്ള 6 ഡിജിറ്റ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇതായിരിക്കും നമ്മൾ ആപ്പ് ലോഗിൻ ചെയ്യാൻ ഫ്യൂച്ചറിൽ ഉപയോഗിക്കുക. അതിനുശേഷം നമുക്കൊരു OTP വരും, ആ OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുവേണ്ടി നമ്മുടെ ആധാർ നമ്പർ ചോദിക്കും, ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ വീണ്ടും നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരും, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ട്, അതാണ് ഇപ്പോൾ അക്കൗണ്ട് ഓൾറെഡി എക്സിസ്റ്റിംഗ് കാണിക്കുന്നത്. അക്കൗണ്ട് ഇല്ലാത്തവർക്ക് രജിസ്റ്റർ സക്സസ്ഫുള്ളി കാണിക്കും. അതിനുശേഷം സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ 10 അക്ക മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നേരം എൻ്റർ ചെയ്ത 6 അക്ക സെക്യൂരിറ്റി പിന്ന് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സൈൻ ഇൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു OTP നമ്മുടെ മൊബൈലിലേക്ക് വരും, അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആപ്പ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ ആധാറും പാൻ കാർഡും ഓൾറെഡി ഇതിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിട്ടുണ്ട്. അത് നമ്മൾ വൺസ് ആപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ഇത് ആഡ് ആവും. നമുക്ക് കാണാം രണ്ടും ആഡ് ആയിട്ടുണ്ട്. നമുക്കിപ്പം പുതിയൊരു കാർഡ് എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നമുക്കിപ്പോൾ നോക്കാം. അതിനായി നമ്മുടെ ഹോം ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ആഡ് ചെയ്യാൻ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഫ്രണ്ടിൽ തന്നെ അതേ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഇപ്പോഴത്തെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക.
ഡോക്യുമെൻ്റ് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് തരാം ഓൾറെഡി ഡ്രൈവിംഗ് ലിസ്റ്റിലോട്ട് ആഡ് ആവുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ഡ്രൈവിംഗ് ലിസ്റ്റ് ഇതിലോട്ട് ആഡ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വേറെ ഡോക്യുമെൻ്റ് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് നോക്കാം. അതിനായി നമ്മൾ സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നമ്മുടെ സ്റ്റേറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ എക്സ്പ്ലോർ മോഡ് പ്രസ് ചെയ്യുക. ഇതിൽ കേരള സെലക്ട് ചെയ്യുക. ഇതിലിപ്പോൾ നമുക്ക് റേഷൻ കാർഡ് എങ്ങനെ ആഡ് ചെയ്യുമെന്ന് നോക്കാം. സ്ക്രോൾ ചെയ്യുക, റേഷൻ കാർഡ് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഗെറ്റ് ഡോക്യുമെൻ്റ് പ്രസ് ചെയ്യുക. നമ്മുടെ റേഷൻ കാർഡ് ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ നമ്മുടെ റേഷൻ കാർഡ് കാണാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് വേറൊരു അതിന് നമ്മുടെ കോവിഡ് വാക്സിൻ എടുത്തില്ല സർട്ടിഫിക്കറ്റ്, അതെങ്ങനെ ആഡ് ചെയ്യുമെന്ന് നോക്കാം. അതിനായി ഓപ്ഷൻ സെലക്ട് ചെയ്യുക, ബെനിഫിഷ്യറി ID എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് ഗെറ്റ് ഡോക്യുമെൻ്റ് എൻ്റർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇതിലോട്ട് ആഡ് ആവുന്നതായി കാണാം. ഇപ്പോൾ നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇതിൽ ആഡ് ആയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. കാരണം നമ്മുടെ വാക്സിൻ സർട്ടിഫിക്കറ്റ് ഇതിനകത്ത് കാണാൻ സാധിക്കും. Stay tuned with my YouTube channel for next video. Hey, don't forget like, subscribe, bell icon.